ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളത് നന്നായിട്ടൊന്ന് അതിൻ്റെ മുകളിലൊരു പാട പോലെയുള്ള സാധനമില്ലേ, അതൊക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. തേനൂറും സുഖമാനുരാഗം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ മസാലയൊക്കെ പുരട്ടി നമുക്ക് ചിക്കൻ ഒന്ന് പുരട്ടി മാറ്റി വെക്കാം. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ, എൻ്റെ കൽബിലെ വെണ്ണിലാ. അപ്പം നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇടികളിൽ വെച്ച് ചതച്ചാണ് എടുക്കുന്നത്. സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് മസാല വെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിതിൽ ചിക്കൻ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നമ്മളൊരു ബീഫ് ഫ്രൈഡേ ഒക്കെ ഒരു പരുവയില്ലേ, അങ്ങനെ എടുക്കുക, ഒരു പുരട്ടി വെക്കുന്ന ഒരു പരുവത്തിനെടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് പൊരിച്ചു പോരാ. എന്നിട്ട് അത് വറുത്ത് വാറ്റിയ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എണ്ണ കുറച്ച് വറുത്ത എണ്ണ തന്നെ ആയതുകൊണ്ടാണ് ആ കളറും എല്ലാം കൂടെ കൂടി ഒരു ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്ന ആദ്യം കാണുമ്പോൾ. അപ്പം നമുക്ക് അതിലോട്ട് മസാലയൊക്കെ ഇടുമ്പോഴൊന്നും വേറെ എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് അതിലോട്ട് സബോള വഴണ്ട് വരുമ്പോൾ ബാക്കി മസാലകൾ കൂടെ ചേർത്ത് 2 തക്കാളി ശേഷം വറുത്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.